ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു 18 വയസ്സാകാത്ത വ്യക്തികളാണ്. സോ നിങ്ങൾക്ക് ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ, ഇപ്പോൾ ഫോൺ പേയും ഗൂഗിൾ പേയും മറ്റുള്ള എല്ലാ UPI പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണല്ലേ? സോ നിങ്ങൾക്ക് UPI സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ് ഇത്. എങ്ങനെയാണ് ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇത് വർക്കിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ള കംപ്ലീറ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ആകത്തുക പറഞ്ഞുതരാം. എന്താണ് ഈ സംഭവം, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ഫോൺ പേ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോ ഓക്കെ, അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈലിൻ്റെ സെക്ഷനിൽ വന്ന് വരിക. പ്രൊഫൈലിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും UPI സർക്കിൾ എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നെങ്കിൽ മാനേജ് പേയ്മെൻറ്റ് എന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPI സർക്കിൾ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തുടക്കത്തിൽ കുറച്ച് ആഡ്സ് വരുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൽ സെക്കൻഡറി കോണ്ടാക്ട്സ് ഉണ്ട്, പ്രൈമറി കോണ്ടാക്ട്സ് ഉണ്ട്. അതായത് സെക്കൻഡറി കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് ആക്സസ് നമുക്ക് 5 പേർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വാച്ച് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡറി കോണ്ടാക്ട്സ് ഉണ്ട്, പ്രൈമറി കോണ്ടാക്ട്സ് ഉണ്ട്. സെക്കൻഡറി കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ഫോണ്, അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു മകനോ അല്ലെങ്കിൽ മകളോ ഉണ്ടെന്ന് കൂട്ടിക്കോളും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു മകൻക്ക് 15 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് അവർക്ക് ഫോണുണ്ട്, പക്ഷേ അവർക്ക് എന്തില്ല, അക്കൗണ്ടും ഇല്ല, ഫോൺ പേയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തൊട്ടടുത്ത് ഒരു കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൻ്റെ ഫോൺ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് ബാങ്ക് അക്കൗണ്ടും UPI കാര്യങ്ങളൊന്നുമില്ല. സോ അതിൽ ഒരു ഫോൺ പേ ആപ്ലിക്കേഷൻ മാത്രം ഉണ്ടായാൽ മതി. എന്നിട്ട് നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫാദറിൻ്റെയും മദറിൻ്റെയൊക്കെ ലിങ്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ലിങ്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവൈറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് UPI പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല. സോ ഞാൻ ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ കോൺടാക്ട് ഹിസ്റ്ററി വരും. അതിൽ നിങ്ങൾക്ക് ആരെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക. അതിനുശേഷം QR കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ UPI ഉണ്ടാവും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ QR കോഡ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഒരു 30 മിനിറ്റ്, അതായത് ഇതിൻ്റെ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു 30 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഗാർഡിയൻ ആരാണോ അവർക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മളിവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പുതിയൊരു ഫീച്ചറും കൂടി വരുന്നതായിരിക്കും, UPI സർക്കിൾ. അതായത് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അതുപോലെ തന്നെ UPI സർക്കിൾ എന്ന ഫീച്ചർ വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിലേക്ക് അതിൻ്റെ റിക്വസ്റ്റ് പോകുന്നതായിരിക്കും. അവർ അവിടുന്ന് ആക്സെപ്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും